സംഭവം ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഇയാൾ ഒരു ഇതുമില്ലാതെ വന്ന് പിടിച്ച് തള്ളുമായിരുന്നു ഞങ്ങളെ. അവള് നടുവിന് ചവിട്ടിങ്ങ് തള്ളിയിട്ട് കൂട്ടുകാരി പുറത്തേക്ക് നിങ്ങൾ ഉള്ളിലായിരുന്നു. ഞാൻ എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡിന് എന്റെ കൈ എന്റെ കാലിനെ പിടിച്ച് കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാൾ ഒരു അങ്കിൾ എന്നെ പിടിച്ച് മേളിലോട്ട് കയറ്റിയത്. ഇയാൾ കയറിയത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവയെന്നാ. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മദ്യലഹരിയിലാണ് എന്ന് യാത്രക്കാർ, ആ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വൈദ്യപരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. രാഹുൽ ജിനാഥ് നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. അവിടേക്ക് എത്തിയോ അവർ? എന്നാലും അമൽ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ അവിടെ ഫോർട്ട് ആശുപത്രിയിൽ ഈ സുഹൃത്ത് കാത്തു നിൽക്കുകയാണ്. അതിനുശേഷമാകും ഇവിടേക്ക് എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, ഈ ആംബുലൻസിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുപോയ ശേഷം നിലവിൽ വെന്റിലേറ്ററിൻ്റെ പിന്തുണയോടുകൂടിയാണ് ചികിത്സ തുടരുന്നത് എന്ന വിവരമാണ് അകത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി തുടർ ചികിത്സ നടക്കുകയാണ്. മുറിവ് ആഴത്തിലുള്ളതാണ്, അപ്പോൾ അതിനുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഈ തലയുടെ ഭാഗത്ത് വലിയ മുറിവുണ്ടായിട്ടുണ്ട്. അതിനുള്ള ചികിത്സ എന്തായാലും ഇപ്പോൾ നടക്കുകയാണ്. അടിയന്തരമായ ആദ്യം ആംബുലൻസ് വിളിച്ച് പരിശോധിക്കുന്നു, പിന്നീട് അടിയന്തരമായി ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫോർട്ട് ആശുപത്രിയിലെ പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് എത്തുക. ഒപ്പം കുടുംബാംഗങ്ങൾ എത്തും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കായാലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉള്ളിലാണ്, അതുകൊണ്ട് വിവരം ലഭിക്കുന്നതിലൊരു പരിമിതി നമുക്കുണ്ട്. നമുക്ക് ആകെ ആശ്രയിക്കാൻ കഴിഞ്ഞത് ആംബുലൻസ് ഡ്രൈവറെയാണ്. ഡ്രൈവർ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു പറഞ്ഞു. നിലവിൽ എന്തായാലും അകത്തു നിന്ന് അറിയാൻ കഴിയുന്നത്, ആശുപത്രിക്കുള്ളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് വെന്റിലേറ്ററിൻ്റെ പിന്തുണയോടെ ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരമാണ്. എന്തായാലും ചികിത്സ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നമുക്കറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ യുവതിക്കൊപ്പമുള്ള സുഹൃത്ത് കൂടി ഇവിടേക്ക് എത്തും എന്ന് നമ്മൾ കരുതുകയാണ്. ആര്യ, ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ വരികയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ ലഭ്യമാക്കുന്നത്. കാരണം തലയ്ക്ക് കാര്യമായ പരിക്കുകൾ, കാരണം നമുക്ക് തന്നെ ആലോചിക്കാം, ഓടുന്ന ട്രെയിനിൽ നിന്നാണ് തള്ളിയിട്ടത്. അപ്പോൾ എത്രത്തോളം ഗുരുതരമായ പരിക്കായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ തലയ്ക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞിരുന്നു. അജ്മലിന്റെ പ്രതികരണത്തിലേക്ക്. ഒരാൾ തള്ളിയിട്ടതാണ്, ചവിട്ടി തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയിൽ പരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്ററെല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അബോധാവസ്ഥയിലാണ്. ആരൊക്കെയാണ് കൂടെ വന്നത്? കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. വർക്കല സ്റ്റേഷനിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ല. വരുമ്പോഴും ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചറി ഉണ്ട്. തലയ്ക്കാണ് കൂടുതൽ. അതാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം. തലയ്ക്കാണ് കാര്യമായ പരിക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് പ്രതി, മദ്യലഹരിയിലായിരുന്ന ഈ പ്രതി, ഈ തിരുവനന്തപുരം സ്വദേശിയായ സുരേഷാണ് ഇത്രയും വലിയൊരു ക്രൂരത നടത്തിയത്. മദ്യലഹരിയിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ അവരെ ആക്രമിച്ചത്. ഒരു പെൺകുട്ടി താഴേക്ക് വീണു. ആ പെൺകുട്ടി 19 വയസ്സുകാരിയാണ്. പെൺകുട്ടിക്ക് ഇപ്പോൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കൂടെ ഉണ്ടായിരുന്ന മറ്റേ പെൺകുട്ടിയെയും തള്ളി താഴെയിടാൻ ശ്രമിച്ചിരുന്നു. ഭാഗ്യം കൊണ്ട് പുറത്തെ കമ്പിയിൽ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ ട്രെയിനിൽ നിന്ന് താഴെ വീഴാഞ്ഞത്. ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുകയാണ് പ്രതിയുടെ. നമ്മളിപ്പോൾ 3 ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ വൈദ്യപരിശോധന. 2, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ട്രെയിനിൽ നിന്നും തള്ളിയിട്ട 19 വയസ്സുകാരി. മൂന്നാമത്തെ സ്ക്രീനിൽ കാണുന്നതാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായ പ്രതി. മദ്യലഹരിയിലായിരുന്നു പ്രതി ഈ ആക്രമണം നടത്തിയത്. ഇപ്പോൾ വൈദ്യപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. ആലുവയിൽ നിന്നാണ് കേരള എക്സ്പ്രസിൽ ഈ 2 പെൺകുട്ടികളിൽ കയറിയത്. വർക്കലയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാറാണ് യുവതിയെ തള്ളി താഴെയിട്ടത്.